ഗാസ വെടിനിർത്തൽ ധാരണാ വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് ഇസ്രയേൽ അംഗീകാരം നൽകിയെന്ന് US പ്രസിഡന്റ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വെടിനിർത്തൽ നീക്കം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണയ്ക്കുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. സമൂഹമാധ്യമത്തിലെ കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വെടിനിർത്തൽ കാലയളവിൽ തുടരുമെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. ധാരണ ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തപക്ഷം വലിയ ആഘാതം അവർക്ക് സംഭവിച്ചേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകുന്നു. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും വെടിനിർത്തൽ ധാരണയ്ക്ക് കാര്യമായ ശ്രമങ്ങൾ നടത്തി. 60 ദിവസങ്ങൾക്കുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഈജിപ്തും ഖത്തറും ചേർന്ന് ഹമാസിനെ അറിയിക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ജനുവരി 19-നാണ് ആദ്യഘട്ടം വെടിനിർത്തൽ ആരംഭിച്ചത്. എന്നാൽ തുടർന്നുള്ള 2 ഘട്ടങ്ങളും കൃത്യസമയങ്ങളിൽ നടപ്പായിരുന്നില്ല. ഇതിനിടെ ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള ഭീകരർക്ക് പിന്തുണ നൽകിയിരുന്ന ഇറാനെ വൻതോതിൽ സൈനികമായി കീഴ്പ്പെടുത്താനും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമായി. പശ്ചിമേഷ്യയിലെ മാറിയ സാഹചര്യത്തെ തുടർന്നാണ് വീണ്ടും വെടിനിർത്തൽ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.